ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടെയാണിത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗമായാലും മതി. അത് ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ ഇതിൻ്റെ കൂടെ വെന്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു കപ്പോളം അത് വന്ന് ഇതേപോലെ വെള്ളം മുകളിൽ ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ ഇത് വെന്ത് കിട്ടും. നമുക്ക് കുക്കറിലിട്ട് അടച്ച് ഒരു 2-3 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും. അതിനുശേഷം വെള്ളമൊക്കെ വറ്റി വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ വെച്ചോ മറ്റും ഉടച്ചെടുക്കാം. ഇതേപോലെ കുത്തി ഉടച്ച് ഏറ്റവും ചെറിയ പീസാക്കി കട്ട് ചെയ്തിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വെന്ത് കിട്ടാൻ പാടാണ്. ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നിട്ട് അതിലേക്ക് 2 ഉണക്കമുളകാണ്, അതൊന്ന് പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പിലയും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നുറുക്കിയത്, അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി. ഇത് നമുക്ക് മസാല തയ്യാറാക്കാനായിട്ടാണ്. പിന്നെ ഒരു വലിയ സവാളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കണം. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ നേരമൊന്നും വഴറ്റണമെന്നില്ല. പിന്നെ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് സവാളയൊക്കെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെയുള്ള കൂട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണിത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ദോശയൊക്കെ ഇത് മസാല ദോശ ഉണ്ടാക്കാവുന്നതാണ്. കൂടുതൽ കട്ടിയായി പോകണ്ട, ഇതേപോലെ ഒത്തിരി ലൂസായിട്ട് തന്നെ ഇതിരിക്കണം. അതിലേക്ക് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ദോശയുടെ ബാറ്ററാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് 2 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്നും, ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ കുതിർത്ത് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് അരച്ചെടുത്തതാണിത്. രാവിലെ അരച്ച് വൈകിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ദോശയുടെ ബാറ്റർ അഴിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. നമുക്കിതേപോലെ ഒരു തവ വെച്ച് അത് ആദ്യം ഒന്ന് ചൂട് ബാലൻസ് ചെയ്യാനായിട്ടാണ് വെള്ളം ഒന്ന് ഒഴിച്ച്, എന്നിട്ട് ദോശ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ അല്പം നെയ്യ്, ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനുള്ളത്, ഹൈ ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ സ്ലോയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടും. പിന്നെ നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ രണ്ടാമത്തെ ദോശയും ഇതുപോലെ റെഡി ആയിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചട്നി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഇത് പൊട്ടുകടലയാണ്, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് കടുക് വറുത്ത് മുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്, ഈ ദോശയിലൂടെ കഴിക്കാനൊക്കെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ മസാലക്കൂട്ട്. ഈ ചട്നിയും കൂടെ ആകുമ്പം സൂപ്പർ ടേസ്റ്റായി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.